ഇതൊക്കെ. പിന്നെ എന്നാ വിശേഷം? നമുക്കൊരു സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ചെയ്താലോ? ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ എനിക്കും അറിയത്തില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് കുറേ സ്ക്വയേഴ്സ് ഒരു പേപ്പറിലോട്ട് വരയ്ക്കുക. സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്കെയിൽ വെച്ച് അളവ് നോക്കി വരയ്ക്കണ്ട. പിന്നെ ഞാൻ എന്തിനും വര വരച്ചിരിക്കുന്നുണ്ട് തോന്നും. പക്ഷെ ആദ്യം ഒരു ഇതിന് ഞാനൊന്ന് വരച്ച് വിട്ടതാണ്. പക്ഷേ ടഫായിട്ട് വരച്ചാൽ മതി, അതാണ് ഭംഗി കിട്ടുന്നത്. കൈകൊണ്ട് ചുമ്മാ വരയ്ക്കുക. പിന്നെ സ്ക്വയർ വരയ്ക്കുമ്പോൾ കഴിച്ച് ഭയങ്കര ഷാർപ്പാക്കാതെ ഇച്ചിരി കർവാക്കി വരയ്ക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഒരു ലൈനിൽ 4 ഇതാണ് വരച്ചിരിക്കുന്നത്. എൻ്റെ ഒരു വലിയ സൈസില്ലാത്ത പേപ്പർ, അതുകൊണ്ട് നിങ്ങൾ ഇച്ചിരിയും കൂടെ വലിപ്പത്തിൽ വരയ്ക്കണമെങ്കിൽ വരച്ച് കുഴപ്പമില്ല. വലിയ പേപ്പറാകുമ്പോൾ അങ്ങനെ വരയ്ക്കാം, നല്ല ഭംഗിയായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഫുൾ വരച്ചെടുത്ത പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ക്വയർ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പാണ്, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു കോർണറിൽ നമുക്ക് ഒരു വര വരച്ചിട്ട് ആ വര ജോയിൻ്റ് ആവുന്ന പോയിന്റിലോട്ട് തന്നെ ബാക്കി എല്ലാ ലൈൻസിനും വരച്ച് ജോയിൻ ചെയ്ത് നിങ്ങൾ പടക്കൊക്കെ പറ്റത്തില്ലേ, അങ്ങനെ ഒരു എഫക്റ്റ് വരുന്നത്. അങ്ങനെ എല്ലാ സ്ക്വയറിലും വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ക്വയറിൽ ഏത് ക്വാഡ്രന്റിലാണ് വരച്ച് നിൽക്കുന്നത്, അടുത്ത സ്ക്വയറിൽ അതിന് തൊട്ട് മുട്ടിയുള്ള പോയിന്റിൽ അല്ലെങ്കിൽ അടുത്ത ആ തൊട്ടടുത്ത കോർണറിൽ നിന്ന് വേണം വരയ്ക്കാൻ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, കൺഫ്യൂഷൻ ഇല്ലാതെ വരയ്ക്കാം. അങ്ങനെ എല്ലാ ഇതിലും നമ്മൾ വരയ്ക്കണം. വരച്ച് വരുമ്പോൾ 2 റോയിൽ 4 സ്ക്വയേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ അത് അടുത്തടുത്ത് വരും. ഈ വരച്ചിരിക്കുന്ന നിറഞ്ഞൊരു പൂ പോലെ അടുത്ത് വരും. ഇപ്പം ഇത് ഈ 2 സ്ക്വയേഴ്സും കൂടെ വരച്ച് ഫിനിഷ് ആക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും എന്നാ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഇങ്ങനെ വേണം വരയ്ക്കാൻ. അങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതെ അത് ഫുൾ ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാത്തിലും വരച്ചെടുക്കാം. പിന്നെ നാട്ടിലേക്ക് നല്ല തകർത്ത മഴയാണല്ലോ ഞങ്ങൾ കോട്ടയംകാർക്ക്. അത്യാവശ്യം നല്ല രീതിക്ക് മഴയൊക്കെ എവിടെ എവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ആർട്ടൊക്കെ കാണാൻ ഇഷ്ടമെങ്കിൽ ഒന്ന് പറയണേ. കമൻറ്റിങ്ങനെ. അതുപോലെ 1-2 മാക്സിമം വരച്ചത് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഒരു കയറി ഒന്ന് കയറി കാണുന്നു. അത്ര ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. എനിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കും. വരയ്ക്കാൻ അറിയത്തില്ല എങ്കിൽ നമുക്ക് ട്രൈ ചെയ്യും. ഓക്കെ, പിന്നെ ലാസ്റ്റ് കോളത്തിലോട്ട് കഴിഞ്ഞ് ഇതൊക്കെ ഒന്നും കൂടെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസ് കിട്ടും. നമ്മുടെ മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ നല്ല പരിപാടിയാണ് കേട്ടോ. ഒത്തിരി ടൈം കൊടുക്കത്തില്ല, പക്ഷെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫൈ ചെയ്യും. അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടിയ പോലെ തോന്നും. ശരി, പിന്നെ കാണാം.